ഡൽഹിയിലെ മഫിയയെ എതിർക്കുന്നു, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഭാര്യയ്ക്കാണെങ്കിലും എൻ്റെ ഭർത്താവ് സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, അതിനുവേണ്ടി തോക്കും പിടിച്ചതാ ഇറങ്ങുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡെമോളിഷൻ മാൻ അല്ലെങ്കിൽ ഇത്രത്തോളം കെട്ടിടങ്ങൾ തകർത്തോ, ഇത്രത്തോളം മാഫിയക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് പേരെ ഇല്ലാതാക്കിയ ഒരു വ്യക്തി മുമ്പിലിരുന്ന് സംസാരിക്കുന്നു. അതിനകത്തൊരു മാറ്റമുണ്ട്. ഞാൻ ഡൽഹി ചെന്നപ്പോൾ എന്നെ മദ്രാസിൽ നിന്ന് വിളിച്ച് എല്ലാവരും കളിയാക്കി. ഞാൻ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ കമ്മീഷനാണ്. 2 വർഷം കഴിഞ്ഞ് 1994 ടൈംസ് ഓഫ് ഇന്ത്യ ഒരു സർവേ നടത്തിയപ്പോൾ എനിക്ക് 89.6% ഡൽഹിക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യും. നല്ല കാര്യം ചെയ്താൽ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. 50% അഴിമതിക്കാരാണ്, 50% സത്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനവും അഴിമതി ഇല്ലാത്തവരാണ്. കേരളത്തിന് പുറത്തുള്ളവരാരും അഴിമതി കാണിക്കുന്നില്ല, കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർ നേതാക്കന്മാരാണ് അഴിമതി കാണിക്കുന്നത്. നല്ലൊരു രാഷ്ട്രീയ ചരിത്രമുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന രാഷ്ട്രീയക്കാര് മിക്കവാറും എല്ലാവരും വളരെ സത്യസന്ധരായിരുന്നു. അദ്ദേഹം അനധികൃതമായിട്ട് ഉണ്ടാക്കിയിരുന്ന കെട്ടുന്ന വലിപ്പം എത്രയാണെന്നറിയോ? 2 ലക്ഷം സ്ക്വയർ അടി. അടുത്ത 5 വർഷം കൊണ്ട് ഞങ്ങൾ 14,310 മഫിയയുടെ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചു. എപ്പോഴും തോക്ക് കയ്യിലുണ്ടായിരുന്നു. ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ഡെമോളിഷൻ മാൻ, ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു കാലത്ത് ഡെമോളിഷൻ മാൻ എന്നറിയപ്പെട്ടിരുന്ന മുൻ IAS ഓഫീസറായിട്ട് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, കേരള രാഷ്ട്രീയത്തിലേക്കും അവിടെ നിന്നും കേന്ദ്ര രാഷ്ട്രീയത്തിലേക്കും മന്ത്രിസഭയിലേക്കും എത്തിച്ചേർന്ന ശ്രീ അൽഫോൺസ് കണ്ണന്താനമാണ്. നമസ്കാരം സർ. നമസ്കാരം. IAS ഓഫീസറായിരുന്നു, അവിടെ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിന് കാരണം? പക്ഷെ ഞാൻ 27 വർഷം IASലായിരുന്നു. അപ്പോൾ ഞാൻ IAS കയറിയത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നൊരു തോന്നൽ വന്നു. അപ്പം നമ്മളടുത്ത, കാരണം IASകാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയും ഗവൺമെൻറ്റും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന പ്രസ്ഥാനമാണ് IAS. അപ്പം ഞാൻ ഓർത്തിക്കുന്നു എന്തുകൊണ്ട് തീരുമാനം എടുക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയിക്കൂടാ. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പിന്നെ എല്ലാവരും പറയുമായിരുന്നു, ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയും, ഈ രാഷ്ട്രീയക്കാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഒന്ന്. രണ്ടാമത്, രാഷ്ട്രീയം മൊത്തം ചീത്തയാണ്, രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണ്. അപ്പോൾ ഇതൊക്കെ അല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യവും ജനാധിപത്യത്തിൽ ഇല്ലേ? അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നേക്കാം, അവിടെ ഒന്ന് തെളിയിക്കാം. രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥന്മാരോട് അനാവശ്യമായ കാര്യങ്ങൾ പറയില്ല, നമ്മൾ ക്രിമിനൽ കാര്യങ്ങൾ പറയുകയില്ല, നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ചുമതല വഹിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കും. പിന്നെ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരല്ല. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ വെച്ചാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പക്ഷേ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരല്ല എന്ന് പറയുന്നതിനേക്കാളും രാഷ്ട്രീയത്തിൽ അഴിമതിക്കാരല്ലാത്തവരുമുണ്ട് എന്ന് പറയുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ ബെറ്റർ? അതായിരിക്കും ശരി. നമ്മൾ നോക്കുമ്പോൾ ഒരു 10 പേരെടുത്താൽ 5 പേര് ഈ പറയുന്ന അഴിമതി ഇല്ലാത്തവരും ബാക്കി 5 പേര് അഴിമതി ഉള്ളവരുമായിരിക്കും. പക്ഷെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ബാക്കി നല്ലവരെ കൂടി നെഗറ്റീവായിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈ കൃത്യം 50% അഴിമതിക്കാരാണ്, 50% സത്യം എനിക്കറിഞ്ഞൂടാ. പക്ഷേ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനവും അഴിമതി ഇല്ലാത്തവരാണ്. പക്ഷേ കേരളത്തിൽ പുറത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല സിറ്റുവേഷൻ. പക്ഷേ കേരളത്തിൽ ധാരാളം അഴിമതിക്കാരുണ്ട്, അഴിമതി ഇല്ലാത്തവരും ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. കേരളത്തിന് പുറത്തുമുണ്ട് അഴിമതി ഇല്ലാത്ത ധാരാളം ആൾക്കാർ കേരളത്തിന് പുറത്തുമുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം അഴിമതിക്കാരുമുണ്ട് കേരളത്തില്. പക്ഷേ യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത് കേരളത്തിന് പുറത്തുള്ളവരാരും അഴിമതി കാണിക്കുന്നില്ല, കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർ നേതാക്കന്മാരാണ് അഴിമതി കാണിക്കുന്നത് എന്നാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? കാരണം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. നമുക്ക് നല്ലൊരു രാഷ്ട്രീയ ചരിത്രമുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന രാഷ്ട്രീയക്കാർ മിക്കവാറും എല്ലാവരും വളരെ സത്യസന്ധരായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ നല്ല സാക്ഷരതയുള്ള സംസ്കാരമായതുകൊണ്ട്, നല്ലോണം പഠിക്കും, വായിക്കും, സംസാരിക്കും, അറിവുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു അഴിമതിയെ വെച്ച് പുലർത്താൻ നമ്മൾ സമ്മതിക്കുകയില്ല. അപ്പോൾ എവിടെ അഴിമതി കണ്ടാലും അത് കൊച്ചഴിമതിയാണെങ്കിലും നമ്മളതിനെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. ഇപ്പം തന്നെ പാമോലിൻ കേസ് എടുക്കുക, അതിനകത്ത് ആകെ അഴിമതി നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിനകത്തുണ്ടോ എന്ന് എനിക്ക് അത് ഇപ്പോഴും ട്രയൽ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് തന്നെ അത് പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 1.64 കോടി രൂപ മാത്രമാണ് അതിനകത്ത് അഴിമതി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കേൾക്കുന്ന പല സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി നടക്കുന്നത് കേൾക്കില്ലേ? പക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ഇവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു വരും ഒരു സമയത്ത്. ഇപ്പോൾ ഒരു വോട്ടാണെങ്കിൽ, നമ്മൾ നൽകുന്ന ഒരു വോട്ടാണെങ്കിൽ ആ ഒരു വോട്ടിന് അവരെന്ത് ചെയ്യുന്നു, അവർ നമുക്ക് എന്ത് തരുന്നു എന്നുള്ളത് ഇന്നത്തെ ജനങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ സാറിന്റെ ഒരു ലൈഫ് ഇപ്പോൾ IAS ആയി, അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് കടന്നു. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. ഇപ്പൊ സാറിന് ഒരു സമയത്ത് ഡെമോളിഷൻ മാൻ എന്നായിരുന്നു വിളിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു പേരിന് പിന്നിലെ കാരണം എന്തായിരുന്നു? ഞാൻ കോട്ടയം കളക്ടറായിരുന്നു ഏകദേശം 4 വർഷത്തോളം. അത് കഴിഞ്ഞ് ഞാൻ സിവിൽ സപ്ലൈസ് ഡയറക്ടറായി കൊച്ചുകാലം കുറച്ച് മാസങ്ങൾ ഇരുന്നപ്പോഴാണ് ഈ പാമൂലിൻ കേസ് വന്നത്. അന്ന് ഞാൻ ഈ പാമൂലിൻ ഇറക്കുമതിക്കെതിരെ ഞാൻ വിയോജനക്കുറിപ്പ് എഴുതി. അങ്ങനെയാണ് എന്നെ ഇവിടുന്ന് കേന്ദ്രത്തിലേക്ക് വിടുന്നത്. ഞാൻ DDA ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി കമ്മീഷനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ കമ്മീഷനാണ്. അപ്പോൾ എല്ലാവരും വിളിച്ചു, ഈ മദ്രാസിക്ക് എന്നാ ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനമില്ല, ഹിന്ദി അറിയത്തില്ല, ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല. ഞാൻ പറയും നോക്കട്ടെ. ഞാൻ അപ്പം ഡൽഹിയിലെ സ്ഥലം മിക്കവാറും എല്ലാം DDAയുടെ, ഏതാണ്ട് 1,25,000 ഏക്കർ സ്ഥലം DDAയുടെയാണ്. ഞാനൊരു സർവേ ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് നല്ലൊരു ശതമാനം സ്ഥലവും അനധികൃതമായിട്ട് എൻക്രോച്ച് ചെയ്തിരിക്കുക. ആ കയ്യേറ്റം വെച്ചിരിക്കുന്നത് ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം ആദ്യത്തെ 10 പേരും രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇവരെല്ലാം ഞാൻ പിടിക്കും. ഇവരുണ്ടാക്കിയിരിക്കുന്ന സ്ഥലം തിരിച്ചു പിടിക്കും, ഇവരുണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കൂടെ 36,000 തൊഴിലാളികളുണ്ടായിരുന്നു, 36,000. അപ്പോൾ ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ഒന്നാമത്തെ ആരാണെന്നറിയോ? ഡൽഹിയിലെ അന്നത്തെ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന, മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന, 1984 രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം 5000 സർദാർജിമാരെ, സിഖുകാരെ അവിടെ ചുട്ടുകൊന്ന മനുഷ്യൻ HKL ഭഗത്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ ലിസ്റ്റിൽ ഒന്നാമത്തെ സ്ഥാനം. ഞാൻ പറഞ്ഞു നമ്മൾ ഇദ്ദേഹത്തിനെ അടിച്ചു പിടിക്കുക ആദ്യം. അപ്പം DDAയുടെ എൻ്റെ കീഴിലുള്ള ആൾക്കാരും സാറെ തുടരുത്, നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സാറിനെ തീ വെച്ച് കൊല്ലും. ഞാൻ പറഞ്ഞു നോക്കട്ടെ. കാരണം എനിക്ക് ലളിതമായ ചില തത്വങ്ങളുണ്ട്. നമ്മൾ ക്രിമിനൽസിനെ പിടിക്കാനാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ക്രിമിനലിനെ ആദ്യം പിടിക്കണം. അല്ലാതെ ഈ പാവം പോക്കറ്റ് അടിച്ച് നടക്കുന്ന 10 രൂപ പോക്കറ്റ് അടിക്കുന്നതിനെ പിടിച്ച് അവനെ ജയിലിലിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പിടിക്കുകയാണ് ഏറ്റവും വലിയ ക്രിമിനലിനെ ആദ്യം പിടിക്കാൻ. രണ്ടാമത്തെ വലിയ ക്രിമിനൽ ഇങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ലിസ്റ്റ് അനുസരിച്ച് തന്നെ പിടിക്കണം. അപ്പം തീരുമാനിച്ചു HKL ഭഗത്ത്. അദ്ദേഹം അനധികൃതമായിട്ട് ഉണ്ടാക്കിയിരുന്ന കെട്ടുന്ന വലിപ്പം എത്രയാണെന്നറിയോ? 2 ലക്ഷം സ്ക്വയർ അടി. അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ മഫിയ നേതാവ്, അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയുടെ ഡൽഹിയിലെ പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി, ഇതെല്ലാമാണ്. അപ്പോൾ തീരുമാനിച്ചു അദ്ദേഹത്തെ ഇടിച്ചു പൊളിക്കാവുന്ന. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ച പിന്നെ അടുത്ത സ്റ്റേ എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ തയ്യാറെടുക്കുമെന്നാണ്. നമ്മൾ വെറുതെ 2 ബുൾഡോസറും 10 പോലീസുകാരുമായിട്ട് കാര്യമില്ല, നമ്മളെ ചുട്ടുകൊല്ലും. അപ്പോൾ 10,000 പോലീസുകാർ തോക്കും കൊണ്ട് തുറന്ന ട്രക്കേൽ, അതിനു മുമ്പിൽ വലിയ ഭീമനായ ബുൾഡോസറുകൾ 25 എണ്ണം, അതിനു മുമ്പിൽ ഞാനും എൻ്റെ പട്ടിയും കൂടെ തുറന്ന ജീപ്പിൽ. ഞാനിങ്ങനൊന്നും അല്ല, നല്ല ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് വെക്കുന്ന കൗബോയ് ഹാറ്റും കൗബോയ് ബൂട്ട്സും ഇവിടെ അരയിലൊരു തോക്കും ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ പട്ടിയും കൂടി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നുണ്ട്. ഒരു 5 മണി, രാവിലെ 5 മണി ആയപ്പോഴത്തേക്ക് മോഡൽ ടൗണിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചു പാകിസ്ഥാൻ ഇന്ത്യ കൈയേറിയതാന്ന്. അവർ ഓടാൻ തുടങ്ങി. ഞാൻ ആ റോഡിൽ നിന്ന് 36 മണിക്കൂർ ആ റോഡിൽ നിന്ന് ഞങ്ങൾ ഈ 2 ലക്ഷം സ്ക്വയർ അടി കെട്ടിടത്തെ ഞങ്ങൾ പൊടിയാക്കി കളഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ വന്നാണ് ഞാനും എൻ്റെ പട്ടിയും കൂടെ എൻ്റെ പടം, ദ ഡിമോളിഷൻ മാൻ കംസ് ടു ഡൽഹി. അങ്ങനെയാണ് എനിക്ക് ഈ പേര് കിട്ടുന്നത്. അടുത്ത 5 വർഷം കൊണ്ട് ഞങ്ങൾ 14,310 മഫിയയുടെ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചു. എപ്പോഴും തോക്ക് കയ്യിലുണ്ടായിരുന്നു. പണി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഓടുമ്പോഴും എല്ലാം തോക്ക് കയ്യിലുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ചന്തയ്ക്ക് പച്ചക്കറി മേടിക്കാൻ പോകുന്നു, പോലീസ് വലയത്തിലാണ്. പിള്ളേർ സ്കൂളിൽ പോകുന്ന പോലീസ് വലയത്തിലാണ്. എന്നിട്ടും എൻ്റെ ഭാര്യയ്ക്കിട്ട് അടി കിട്ടി. മരിച്ചു എന്ന് പറഞ്ഞ് അവർ ഇട്ടിട്ട് പോയി. പക്ഷേ ജീവിച്ചിരിപ്പുണ്ട്. മക്കൾക്കിട്ട് അടി കിട്ടി. എന്നെ ആരും അടിച്ചില്ല, പക്ഷെ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ത്രില്ലാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇപ്പം സാറ് പറയുമ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള, അത് മലയാള സിനിമയിൽ കൂടിയല്ല, അന്യഭാഷ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു സീനാണ് ഇപ്പം നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫാമിലിക്കാണെങ്കിലും വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരാരും തന്നെയും അവർക്ക് അത്രത്തോളം ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ സാറിന് അതിലും വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ടാകും ശത്രുക്കൾക്കിടയിൽ നിന്നും. എന്നിട്ടും എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഇറങ്ങിക്കോളൂ അല്ലെങ്കിൽ എതിർത്തോളൂ, ആക്രമിക്കണം എന്ന് പറയുന്ന ആ ഒരു ബാക്കിലേക്ക് വലിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും അല്ല. ഭാര്യ പറഞ്ഞു ധൈര്യത്തോടെ ചെയ്തു. അടി കിട്ടിയ ദിവസം അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഈ കുത്തിക്കെട്ടും ഈ ബാൻഡേജും എല്ലാം കൂടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ മക്കളും പറഞ്ഞു, ഇത് അമ്മമാർ ചോദിച്ചാൽ അമ്മമാർ പറയും അടി കിട്ടിയ ദിവസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആവേശമുണ്ടായ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമയം എന്ന് പറയും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് മൊത്തം പിന്തുണയാണ് ഈ ഒരുവിധം കൗബോയ് സ്റ്റൈലിലെ.
പക്ഷേ ഇതൊക്കെ ഒരു ആത്മാഭിമാനം കുടുംബത്തിനുണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ്. അതെ. എൻ്റെ അപ്പൻ ഡൽഹിയിലെ മഫിയയെ എതിർക്കുന്നു, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഭാര്യയ്ക്കാണെങ്കിലും എൻ്റെ ഭർത്താവ് സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, അതിനുവേണ്ടി തോക്കും പിടിച്ചതാ ഇറങ്ങുന്നു, ജീവൻ പോയാലും അതിനു വേണ്ടി നിൽക്കുമെന്നൊക്കെ ഭാര്യയ്ക്കും അഭിമാനിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ ഒരു ത്രെട്ടുണ്ട് കുടുംബത്തിനും എനിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടും അറിയാവുന്നതുകൊണ്ടും എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ IAS കയറിയത് വെറുതെ ഓഫീസിൽ നിന്ന് ഫയൽ ഒപ്പിടാൻ വേണ്ടിയല്ല, ഞാനിവിടെ മാറ്റം വരുത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ IASകാരനായിട്ട് കാര്യമില്ല. അല്ലാതെ കുറേ പോലീസ് സല്യൂട്ടും വണ്ടികൾ ചുമന്ന ലൈറ്റ് വെച്ച് ഇങ്ങനെ പാറി നടക്കി, ഇതൊന്നും അല്ല എൻ്റെ കാഴ്ചപ്പാടിൽ IAS എന്ന് പറഞ്ഞു. IAS എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. അവിടെ മഫിയ ഉണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തുക, അതിനുള്ള ധൈര്യം കാണിക്കുക. അല്ലാതെ നമ്മൾ മഫിയ നമ്മളെ കൊല്ലും, എൻ്റെ വീട്ടുകാരെ കൊല്ലും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമിട്ടില്ല. മരിച്ചു അല്ല എന്നാ ഞാൻ പറയുക. ഞാൻ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ 1 ഇഞ്ച് ഭൂമി നിങ്ങൾ കയ്യേറിയാൽ, ഒരു ഇഷ്ടിക നിങ്ങൾ അനധികൃതമായിട്ട് വെച്ചാൽ ഞാൻ തട്ടിക്കളയും പറഞ്ഞു. നിങ്ങൾ തറ തട്ടിക്കളയും. പിന്നെ എന്നെ തട്ടാൻ വേണ്ടി നിങ്ങൾ അനങ്ങിയ ഞാൻ അപ്പോഴേ നിങ്ങൾ തട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ സത്യത്തിൽ പറഞ്ഞാലേ അപ്പം നിങ്ങൾ ഹർഷവർക്കും അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനതാണ്ട് വലിയ ഭീകരനാണെന്ന്. ഞാൻ സത്യത്തിൽ ഒരു കൊതുകിനെ പോലും കൊന്നിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ അധികാരമുണ്ടെന്ന് കാണിക്കുക, നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ നമ്മൾ ഈ തോക്ക് ഉപയോഗിക്കാൻ എനിക്ക് തോക്ക് കിട്ടിയപ്പോൾ 150 വെടി ഉണ്ടായിരുന്നു. ഇന്ന് 150 വെടിയുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ ഈ ഒരു ഡെമോളിഷൻ മേല അല്ലെങ്കിൽ ഇത്രത്തോളം കെട്ടിടങ്ങൾ തകർത്തു, ഇത്രത്തോളം മാഫിയക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് പേരെ ഇല്ലാതാക്കിയ ഒരു വ്യക്തി മുമ്പിലിരുന്ന് സംസാരിക്കുന്നു. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഞാനാണെങ്കിലും അങ്ങനെയായിരിക്കും ചിന്തിച്ച് തുടങ്ങുന്നത്. ഇപ്പൊ അങ്ങനെയല്ലാന്ന് സാറ് തന്നെ പറഞ്ഞു. ഇപ്പൊ അതിനകത്തൊരു മാറ്റമുണ്ട്. ഇപ്പൊ ഞാൻ ഡൽഹി ചെന്നപ്പോൾ എന്നെ മദ്രാസിൽ നിന്ന് വിളിച്ച് എല്ലാവരും കളിയാക്കി. ഞാൻ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ കമ്മീഷനാണ്. 2 വർഷം കഴിഞ്ഞ് 1994 ടൈംസ് ഓഫ് ഇന്ത്യ ഒരു സർവേ നടത്തിയപ്പോൾ എനിക്ക് 89.6% ഡൽഹിക്കാരും എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം നമ്മൾ നല്ലോണം പണി ചെയ്താൽ നമ്മൾ ഏത് നാട്ടിൽ പോയാലും, നമ്മൾ മദ്രാസി ആയാലും എന്തായാലും നല്ല കാര്യം ചെയ്താൽ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഞാനിപ്പം ഈയിടെ ഇറക്കിയ പുസ്തകമാണ് ദ വിന്നിങ് ഫോർമുല. അപ്പോൾ ഇതിനകത്ത് എല്ലാം 4 പേജ് വീതമേ ഉള്ളൂ. ഇതിനകത്ത് 8 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാകാത്ത വാക്കൊന്നുമില്ല. ഇതിനകത്ത് ഇംഗ്ലീഷിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിഷർ ബ്ലൂംസ്ബറിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ 10,000 കോപ്പി കൂടുതൽ വിറ്റു. ഇതിനകത്ത് ഞാൻ പറയുന്നതേ, ഇതിനകത്ത് 20 കഥകൾ എന്നെ പറ്റിയുണ്ട്. കഥകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥകൾ. വേറെ 30 പേര് സാധാരണക്കാർ, അവർക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിച്ചു അതിനെപ്പറ്റിയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നു എന്നുള്ളത് പ്രസക്തമല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എങ്ങനെ 41% കിട്ടിയ ഞാൻ ഒരു ഗ്രാമത്തിൽ പഠിച്ച, വൈദ്യുതിയില്ലാത്ത ഒരു ഗ്രാമത്തിൽ പഠിച്ച, ഞാൻ സ്കൂൾ ടീച്ചറിൻ്റെ മകനാണ്. ഞങ്ങൾ 9 പിള്ളേരായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും 2 പിള്ളേരെ കൂടെ ദത്തെടുത്ത് ഞങ്ങൾ 11 പിള്ളേരായി. അപ്പം ഞാൻ ക്ലാസ്സിലെ ഏറ്റവും മണ്ടനായിരുന്നു. അപ്പം SLC എങ്ങനെ ജയിച്ചു, 41% കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ മണ്ടനാണോ, എനിക്ക് കഴിവൊന്നുമില്ല, എനിക്കൊരു പ്രൈസും സമ്മാനവും ഒന്നിനും സ്കൂളിൽ കിട്ടിയിട്ടില്ല. അപ്പം ഞാനങ്ങ് തീരുമാനിച്ചു, ഞാൻ തന്നെ, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്. അത് തീരുമാനിക്കുന്ന എൻ്റെ അപ്പനും അമ്മയല്ല, ടീച്ചർമാരല്ല, സുഹൃത്തുക്കളല്ല, ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അത് തെളിയിക്കണമല്ലോ. തെളിയിക്കേണ്ടത് എന്നോട് തന്നെയാണ്, അല്ലെ വേറെ ആരും കാണിക്കാൻ വേണ്ടിയല്ല. അപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ എനിക്കൊരു സെൻറ്റൻസ് പോലും ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ലായിരുന്നു, പറയാനും അറിയത്തില്ലായിരുന്നു. അത് പഠിച്ച് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 250 ഷൂസ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ എനിക്ക് ടേറ് കിട്ടിയത് പ്രസംഗം കഴിഞ്ഞപ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ വിടുന്നില്ല, പുറകോട്ടില്ല, ഞാൻ പ്രസംഗനായേ പറ്റുള്ളൂ എന്നങ്ങ് തീരുമാനിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പ്രസംഗ മത്സരത്തിൽ 3 വർഷത്തിൽ ഞാൻ 1ാമനായി വന്നു. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷെ എളുപ്പമല്ല. പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ എളുപ്പമാണ്. ഇതങ്ങ് വേണമെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ പക്ഷേ ഇതൊക്കെ അങ്ങ് നടക്കും. വേണമെന്ന് വെച്ചാൽ ഏറ് കിട്ടിയാലും കാര്യങ്ങൾ നടക്കും. മനുഷ്യർ തല്ലുമെന്ന് പറഞ്ഞാലും വെടിവെക്കുമെന്ന് പറഞ്ഞാലും നമുക്ക് വേണമെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ IAS പരീക്ഷയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ പഴയ സിസ്റ്റത്തിൽ നിന്ന്, അന്ന് പ്രിലിമിനറി പരീക്ഷ ഒന്നുമില്ലായിരുന്നു. ഇന്ന് ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് എടുത്താൽ മതി. അന്ന് 3 ഓപ്ഷണൽ വിഷയങ്ങൾ എടുക്കണമായിരുന്നു. ഞാൻ പഠിച്ച മുഴുവൻ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ്. പക്ഷേ ഞാനെടുത്ത് ഹിസ്റ്ററി, സോഷ്യോളജി, ഫിലോസഫി. 9 മാസമുള്ളായിരുന്നു പഠിക്കാനായിട്ട്. ഞാൻ പക്ഷേ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു, ഞാൻ ടോപ്പറാകാൻ പോവാന്ന്.
ഞാനത് ടൈം ടേബിൾ ഉണ്ടാക്കി. ഞാനൊരു പുസ്തകം തൊടുന്നതിന് മുമ്പ് മൊത്തം ടൈം ടേബിൾ ഉണ്ടാക്കി. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഏത് വിഷയം, ഏത് ചാപ്റ്റർ, ഏത് സമയം, എത്ര മണിക്കൂർ, ഏത് ദിവസം പഠിക്കുമെന്ന് കൃത്യം എഴുതി വെച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. റിവിഷനും അതുപോലെ തന്നെ. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എടുത്ത 3 വിഷയത്തിൽ ഞാൻ ടോപ്പറായി. ഇതാണ് നമുക്ക്. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഞാൻ പിന്നെ 1994 ടൈം മാസികയുടെ ലോകത്തിലെ 100 യുവ നേതാക്കന്മാർ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു, മുകേഷ് അംബാനി, ഞാനും. പിന്നെ അത് ബിൽ ഗേറ്റ്സ് ഉണ്ടായിരുന്നു, സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്നു, ജെഫ്രി സാക്സ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതൊന്നും തലയെഴുത്തൊന്നും അല്ല. നമുക്ക് ബുദ്ധി എന്ന് പറയുന്നത്, നമ്മൾ സാറിന് അപ്പനന്മാരോ എൻ്റെ മകൻ മണ്ടന, അയൽവക്കത്തെ കുട്ടി വലിയ ബുദ്ധിമാനാ, ജീനിയസാ, ഇതിനൊന്നും അർത്ഥമില്ല. നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മൾ ജനിക്കുന്ന എല്ലാ കുട്ടികളും ശരിക്കും പറഞ്ഞാൽ ജീനിയസാണ്, എല്ലാ കുട്ടികളും. അതിന് അപ്പനമ്മമാർ അതിനെ പ്രോത്സാഹിപ്പിക്കണം, ടീച്ചർമാർ പ്രോത്സാഹിപ്പിക്കണം, സുഹൃത്തുക്കൾ പ്രോത്സാഹിപ്പിക്കണം, സമൂഹം മൗൾഡ് ചെയ്തെടുക്കണം. എക്സാക്ട്ലി. ഇപ്പം ഞാൻ ഇതിനകത്ത് തന്നെ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും അപ്പനമ്മമാരുടെയും ആരുടെയും ഫോട്ടോ കോപ്പി ആകരുത്. നമ്മളിപ്പോൾ പറയുന്ന പിള്ളേർ പറയുന്ന എന്നെ പോണക്കാകണം, അപ്പനമ്മമാരുടെ ആഗ്രഹമുണ്ട് പിള്ളേർ എന്നെ പോണക്കാകണം, ഞാൻ ഡോക്ടറാകണമെങ്കിൽ ഡോക്ടറാകണം, മറ്റേ ടീച്ചറാണല്ലേ. ഒരിക്കലും ആകരുത്. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പോണക്ക് ഒരിക്കലും ആകരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വപ്നം ഉണ്ടാകണം, ആ സ്വപ്നത്തിൻ്റെ പുറകെ പോകണം, അത് യാഥാർത്ഥ്യമാക്കണം. ഇപ്പം തന്നെ എൻ്റെ മകന് കലാകാരനാണ്. സ്കൂൾ കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് പോയി ലോകത്തിലെ ഏറ്റവും നല്ല പെയിൻറ്റിങ് സ്കൂൾ, വിഷ്വൽ ആർട്ട് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ പെയിൻറ്റിങ് ചെയ്തു. അത് കഴിഞ്ഞ് കൊളംബിയ യൂണിവേഴ്സിറ്റി പഠിച്ചു. ഇപ്പം അമേരിക്കയിൽ 46 പെയിൻറ്റിങ് സ്കൂളുകൾ നടത്തുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഫിലാന്ത്രോപ്പിസ്റ്റാണ്, എല്ലാം ഫ്രീ ആയിട്ട് നടത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെയൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് അവർ ആകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അല്ലാതെ നമ്മളെല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ച് ഇതെൻ്റേതാണ്, ഞാൻ തീരുമാനിക്കും, എൻ്റെ സ്വപ്നം, അതിനൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ നമ്മുടേതായ സ്വപ്നം കാണണം. നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ കുട്ടികളെ അവരുടേതായ സ്വപ്നം കാണാൻ അനുവദിക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ.